മെഹന്തിയുടെ ആൾക്കാർ വന്നു. റെഡി ആയിട്ട് വാ. അതാ വാഴയുടെ സൈഡിൽ നിന്നൊക്കെ വലിക്കണം. തമാശ കളിക്കത്തെ ഇന്നലെ രാത്രി എനിക്ക് കാളരാത്രിയായിരുന്നു നല്ലോണം. എനിക്കും ഞാൻ ആരും ഇറക്കാൻ ഗ്യാസ് പിടിച്ചിട്ട് എൻ്റെ അമ്മ ഞാൻ വിചാരിച്ചു വിഷ്ണു അറിഞ്ഞിട്ടില്ല. അപ്പുറത്തെ റൂമിൽ AC ഇല്ലാത്തതുകൊണ്ടേ വിഷ്ണു ഇവിടെ താഴെ ബെഡ് ഇട്ടിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഞാൻ വലിക്കും ഇവിടെ അല്ലേ എണീറ്റോളൂ. നാളെ തൊട്ട് ഞാനാണ് താഴെ. ഇന്നലേക്ക് നെഞ്ഞ് വേദനിച്ചിട്ടോ എന്തൊക്കെയോ ഞാൻ അവരോട് 100 തവണ പറഞ്ഞ് കിടന്നുറങ്ങിക്കോളാം. എന്താ എനിക്ക് ശീലമാണെന്ന്. പക്ഷെ എനിക്ക് ശീലമല്ലല്ലോ. എനിക്ക് അങ്ങോട്ട് എന്റെ ചായ ഉണ്ടാക്കിക്കോളൂ. തൊടിയിലേക്ക് ഇറങ്ങിക്കോളാം. ഡിസൈൻ നോക്കി വെച്ചോ മെഹന്തിയുടെ. എന്തോ കിട്ടിയിട്ടുണ്ട്. താൻ കയ്യിലോ മുഖത്തോ എവിടേക്കോ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. വൈശാഖ് സാറും വിഷ്ണു ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കോ? നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചോദിച്ചു നോക്കിയൊക്കെ വിളിച്ചിട്ട്. ആ ഓർമ്മ തനിക്ക് ഇടയ്ക്ക് ഉണ്ടാവണം. തോന്നാറില്ല. വൈശാഖ് സാർ ഇന്ന് രാവിലെയാണ് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തും. വിഷ്ണു രാവിലെ തന്നെ അലാം ഒക്കെ വെച്ച് പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബെയിൽ. ഇവിടെ ആയിരുന്നു. ആര് വരണം നോക്കിപ്പോ. ഒരാള് വരും. ഇതൊരു വിഷമം. ട്രെയിനൊക്കെ കൃത്യസമയത്തായിരുന്നേ. 6:15 തന്നെ കുറ്റിപ്പുറത്തി. വിഷ്ണു വൈശാഖ് സാറും വീട്ടിലെത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വൈശാഖ് സാർ വീട്ടിൽ വരുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം എത്ര ഉണ്ടെന്ന് നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ ഒരു ഹോട്ടൽ റൂമും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, വളാഞ്ചേരിയുടെ കുറച്ചപ്പുറം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഹോട്ടൽ റൂം യൂസ് ചെയ്യാം. അല്ല നമുക്ക് ഇവിടെ തന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെറിയ സ്പേസിൽ കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് നിൽക്കുകയും ചെയ്യാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും മുട്ട പുഴുങ്ങിയതുമാണ്. നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയ കാര്യം ഒന്ന് പറയാട്ടോ, ഒരു ഹെഡ്സപ്പായിട്ട്. ഇതൊരു കുട്ടി വ്ളോഗാണ്. ജസ്റ്റ് നമ്മുടെ സീമന്തം പരിപാടിയുടെ തലേന്ന് നടക്കുന്നുള്ള കുറച്ച് കാര്യങ്ങളും പ്രിപ്പറേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗ്. എനിക്ക് തോന്നി നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പരിപാടിക്കൊരു ഹരം തോന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രിപ്പറേഷൻ വ്ളോഗ് ചെറുതായിട്ടൊരു 10 മിനിറ്റുള്ള കുട്ടി വ്ളോഗാണ്. എല്ലാവരും വീട്ടിൽ വരുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നാളത്തേക്കുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്യുന്നു, മെഹന്തി ഇടുന്നു, ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊരു ദിവസമല്ലേ. അതാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇനി സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഒരു സട കുടഞ്ഞ് എണീറ്റതുപോലെ തോന്നുന്നുണ്ടോ? മുടിയുടെ അവസ്ഥ ഇന്നലെ രാത്രി കുളിച്ചിട്ടേ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് റെഡി ആവണം കുറച്ച് നേരത്തിനുള്ളിൽ. നാളെയാണ് നമ്മുടെ വളകാപ്പ്. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് മെഹന്തി ഇടുക, എല്ലാവരും വരിക, ഇങ്ങനെ 1-2 ഡാൻസ് പഠിക്കുക, അങ്ങനത്തെ ഒരു ചുമ്മാ രസമുള്ളൊരു ദിവസമാണ്. അപ്പോൾ 10-10:30 ആകുമ്പോഴേക്ക് നമുക്ക് മെഹന്തി ഇടാനുള്ള മെഹന്തി ആർട്ടിസ്റ്റ് വരുമെന്നാണ് പറഞ്ഞത്. അതിന് മുന്നേ ഒന്ന് വൃത്തിയാവട്ടെ, ഒരു എന്താ പറയുക, ഒരു ആനച്ചന്തം വരുത്താൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടതുപോലെ വൈശാഖ് സാർ വന്നു, നമ്മളെല്ലാവരും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത്രയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഇനി ആമിയും ദീമാമിയും ഹബർണിയും എല്ലാവരും വരാനുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് എത്തുമ്പോഴേക്ക് ഞാനും ഒന്ന് കുളിച്ച് ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. നിങ്ങൾക്കിത് തോന്നിയിട്ടുണ്ടോ? നമ്മൾ എത്ര ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ മുടിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോഴാണ് നമുക്കൊരു മേജർ മാറ്റം തോന്നുക. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് മുടി എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റൈൽ ചെയ്തിടുക എന്നുള്ളത്. ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം എനിക്കാണെങ്കിൽ മുടി മെയിൻറ്റെയിൻ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം മുടിയിൽ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഹെയർ കളർ നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് നല്ലോണം ഒന്ന് ഹൈലൈറ്റഡ് ആയതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല എന്ത് വ്യത്യാസമാണ് വന്നതെന്നുള്ളത്. ഇന്നത്തെ മെയിൻ പരിപാടി മൈലാഞ്ചി ഇടുക എന്നുള്ളതാണ്. ലാസ്റ്റായിട്ട് ഞാൻ മെഹന്തി ഇട്ടത് എൻ്റെ കല്യാണത്തിനാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഇന്നാണ് നമ്മൾ മെഹന്തി ഇടാൻ വേണ്ടി പോണേ. അൽക്കയാണെന്ന് മെഹന്തി ഇട്ട് തുടങ്ങുന്നത്. കാരണം ഓവറാക്കാൻ പോകുന്ന അൽക്കയാണത്. പക്ഷെ എനിക്ക് മെഹന്തി ഓവറാക്കുമ്പോ നല്ലതാണ്, താൻ ചെയ്യും. എനിക്ക് വേണ്ടത് അൽക്കയാണ് കയ്യിൽ മെഹന്തി ഇടുന്നത്. ഞാന് കുറച്ച് നമ്മുടെ നാളത്തെ ഡാൻസിന്റെ വീഡിയോസ് അല്ല, മ്യൂസിക് എഡിറ്റിങ് വരും അധികം ദിവസം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാണ്ടായിരിക്കും.
അപർണ എത്തിയിട്ടുണ്ട്, ആമി എത്തിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ചെറിയൊരു ഐഡിയ ഉണ്ട് കേട്ടോ, എന്ത് വേണം കയ്യിൽ മെഹന്തിയുടെ ഡിസൈൻ എന്നുള്ളത്. എനിക്കും ഉണ്ടായിരുന്നു ഒരു ചെറിയ ധാരണ. ഒന്നാമത്തെ കാര്യം, എനിക്ക് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ മതിയായിരുന്നു. പിന്നെ 2, എനിക്ക് കുറച്ചധികം താമരകൾ അതിൽ കുത്തിക്കയറ്റണം എന്നുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനും പർവിനും കൂടെ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് ചെറിയൊരു ഡിസൈൻ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം മെഹന്തി ഇട്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കല്യാണത്തിനാണ്. അതിനുശേഷം പിന്നെ ഞാൻ മെഹന്തി ഇട്ടിട്ടേ ഇല്ല. ഡിസൈൻ ഒന്നും നോക്കാതെയാണോ അൽക്ക ഇവിടെ ഓൾമോസ്റ്റ് ഇട്ട് തീർന്നു. ബാക്ക് സൈഡ് ഇട്ടോ, താമരയാണോ? ഇത് താമര നമ്മളെല്ലാരും കുറച്ച് സിമ്പിൾ ആയിട്ട് ഇടാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ വെരി ഫാസ്റ്റ് ആണ്. അതെ, ഞങ്ങൾ പാട്ട് 2 തീരുമാനിച്ചപ്പോ ഇട്ട് കഴിഞ്ഞൊരു കയ്യ്. എനിക്ക് മെഹന്തിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമാവുമായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് നമ്മൾ എങ്ങനെ സീമന്തം ചെയ്യും, എന്ത് റെഡിയാവും, ആര് വരും മെഹന്തി ഇടാൻ, എങ്ങനെ മെഹന്തി ഇടണം, പിന്നെ ഫുഡ് എന്ത് അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഡിസ്കഷനിലൂടെ വളരെയധികം ബിസി ആയിരുന്നല്ലോ. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ, അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു ചെറിയ വിഷമം. ഞാൻ പല റോളുകൾ അവിടെ സത്യമായിട്ട് ഞാൻ ചീത്ത പറഞ്ഞതല്ലേ. എന്റെ സ്വഭാവം അതായി പോയി. അല്ലെങ്കിൽ ഞാൻ കടുപ്പിച്ച് പറഞ്ഞപ്പോ എനിക്ക് തോന്നി. പക്ഷെ നോക്കി നോക്കി, ഇവൾക്ക് അപ്പൊ എത്ര വയസ്സായിരുന്നു? എത്ര വയസ്സ്? 5. പിള്ള മനസ്സിൽ നീ ഉണ്ടാക്കിയ മുറിവ് ആലോചിച്ച് നോക്കി നോക്കി. ഇപ്പോഴും തങ്കപ്പെട്ട മനസ്സാന്നറിയാം. ഞാൻ എപ്രാവശ്യം കാണിച്ചറ, ഞാൻ പോണേന്റെ മനസ്സ് നിനക്ക് കാണിച്ചറാ. സത്യം പറഞ്ഞാൽ വളകാപ്പ് നമ്മൾ ഇവിടുന്ന് ചെയ്യണോ അതോ തിരിച്ചു പോയി അവിടുന്ന് ചെയ്യണോ എന്നുള്ളൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപർണയായിരുന്നു എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ നിന്ന് തന്നെ എന്തായാലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഓരോരോ വളകാപ്പിൻ്റെ വീഡിയോസും നമുക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാം, ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ള ഐഡിയ ഒക്കെ മെയിൻലി അപർണയുടെ ആയിരുന്നു. പിന്നെ നമ്മളൊരാൾ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുമല്ലോ. അങ്ങനെയാണ് നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് തന്നെ എന്തായാലും വളകാപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ 19th വരെ അപർണ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. കുറച്ചല്ല, നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നതിൻ്റെ ഉള്ളിലുള്ള 19th കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം നമ്മൾ ഈ ഒരു വളകാപ്പ് പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. എല്ലാ കാര്യങ്ങളുടെയും പ്ലാനിങ് ഒക്കെ മുൻകൂട്ടി നടന്നിരുന്നെങ്കിലും എക്സിക്യൂഷൻ പരിപാടികൾ അവസാനം ബാക്കിയുണ്ട് കേട്ടോ. അതായത് നമ്മൾ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു ഡാൻസിൻ്റെ, പക്ഷേ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് നമുക്ക് 3-4 പേർക്കും കൂടെ ചേർന്നൊരു ഡാൻസ് ഒക്കെ പഠിക്കണം. വിഷ്ണുവിനെ ചെറുതായിട്ട് നമ്മുടെ ഒപ്പം ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പകുതി സമ്മതം മൂളിയിട്ടുണ്ട്, അറിയില്ല മുഴുവൻ നടക്കുമെന്നുള്ളത്. രോഹിത്തിനായിട്ടും നമ്മളൊരു ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് ചെറിയൊരു സംശയമാണ്. കാരണം ഇന്നൊരു ദിവസമാണ് നമ്മൾ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെച്ചത്. രോഹിത്തിനാണെങ്കിൽ ഇന്ന് വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമുണ്ട്. പുള്ളി രാത്രിയാകുമ്പോഴേക്ക് എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും നടക്കുമെന്ന് നമുക്കറിയില്ല. വിഷ്ണുവും വൈശാഖ് സാറും കൂടെ നമ്മുടെ ഈ ഒരു സീമന്തം പരിപാടിക്ക് വേണ്ടി കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തന്നെ സ്വീറ്റ്സും ഒക്കെ വയ്ക്കുമല്ലോ, അതെല്ലാം വാങ്ങി അവർ എത്തിക്കുകയാണ്. ഒപ്പം വിഷ്ണു ഒന്ന് മുടി വെട്ടും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ തവണ നാട്ടിൽ വരുമ്പോഴും നമുക്ക് ഓരോ കാര്യം ചെയ്യാനുള്ള പ്രൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ, അതെപ്പോഴും നമുക്ക് കുറച്ചൊരു എന്താ പറയുക, ഇത്ര തന്നെ വരുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരും. കാരണം വിഷ്ണു ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷത്തിന് ശേഷമല്ലേ നാട്ടിൽ വരുന്നത്. അപ്പോൾ അതാണ് വൈശാഖ് സാറ് പറയുന്നുണ്ടായിരുന്നത്. ഞാൻ ജനിച്ച സമയത്താണ്. വിഷ്ണുവിന്റെ തല എവിടെ? വിഷ്ണുവിന്റെ തല എവിടെ? കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണേ നമ്മളിങ്ങനെ കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നു ഞാൻ മെഹന്തി ഇടുന്നുണ്ടായിരുന്നത്. ഇതിപ്പോൾ എല്ലാവരും വന്ന് നാളത്തെ ഓർണമെൻറ്റ്സും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ ആണെങ്കിൽ വിഷ്ണുവിന് ഒരു കാതിലെ കമ്മലില്ലേ, അത് കാണാനില്ല. അപ്പം അത് നമുക്ക് എന്തിടാൻ പറ്റും, എൻ്റെയും അപർണയുടെയും ഒക്കെ കമ്മൽ മാറി ഇട്ട് നോക്കുകയാണ് അത് മാച്ചിങ് ആയിരിക്കുമോ എന്നുള്ളത്. മെഹന്തി ഇടാൻ വേണ്ടി പർവിനെ കോൺടാക്ട് ചെയ്ത സമയത്തെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, എനിക്കിങ്ങനെ കുട്ടി അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ചെറിയ ഭംഗിയുള്ള ഡിസൈൻ ഇല്ലേ, അങ്ങനത്തെ ഡിസൈൻസ് മതിയെന്ന്. പക്ഷേ എല്ലാവർക്കും മെഹന്തി ഇടാൻ താല്പര്യമുള്ളതുകൊണ്ട് നമുക്ക് ചെറിയ ഡിസൈൻ എല്ലാവർക്കും ഇടാം. നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പർവിൻ്റെ അടുത്തും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമുക്ക് ബ്രേക്ക് എടുത്ത് മെല്ലെ മെഹന്തി ഇടാം. പക്ഷെ പുള്ളിക്കാരിക്ക് ബ്രേക്കിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇത്രയും ആൾക്കാരുടെ കയ്യിലും കണ്ടിന്യൂസ് ആയിട്ട് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇന്ന് അമ്മയും പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്കും ചെറുതായിട്ടൊന്ന് മെഹന്തി ഇടണമെന്ന്. പിന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ കുക്കിങ്ങിന് വേണ്ടി നമ്മൾ ഇഷ്ടം പോലെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഓർഡർ ചെയ്യല്ലേ. അതുകൊണ്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു കേറ്ററിംഗ് സർവീസിന് നമ്മളൊന്ന് ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് എന്തോ ഒരു സംഗതിയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാളിന്, അതായത് ഈ പെരുന്നാളില്ലേ, ഈ പെരുന്നാളിന് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിലോ വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളിന്ന് വീണ്ടും ബിരിയാണിയും ബീഫ് ഡ്രൈ ഫ്രൈ തോന്നുന്നു അതും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾക്ക് ഇന്ന് വളകാപ്പിൻ്റെ വീഡിയോ തന്നെ കാണാനായിരിക്കും താല്പര്യം. കാരണം 21-ാം തീയതി ആയിരുന്നു നമ്മുടെ വളകാപ്പ്. കാര്യങ്ങളൊക്കെ നന്നായി കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതായത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ. എനിക്ക് എഡിറ്റ് ചെയ്യാനൊരു സാവകാശം കിട്ടാത്തതുകൊണ്ടേ നമ്മുടെ ഈ പ്രിപ്പറേഷൻ വീഡിയോ ഒന്നും ഞാൻ വിചാരിച്ചതുപോലെ എഡിറ്റ് ചെയ്തെത്തിയില്ല. ഇപ്പോഴാണ് ഞാൻ വീണ്ടും ആ ഒരു എഡിറ്റിംഗ് സംഗതിയിലോട്ടൊന്ന് കടന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോ വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഞാൻ വളകാപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് പണിമുടക്കായതുകൊണ്ട് അമ്മയാണ് കേട്ടോ ഇന്ന് ഭക്ഷണം വാരി തരുന്നത്. ഇതിപ്പോൾ കയ്യ് പണിമുടക്കായതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിലും വീട്ടിലെത്തി കഴിഞ്ഞാൽ അമ്മ തന്നെയാണ് എനിക്ക് അധികം വാരി തരാറ്. മുന്നേ വാരി തരുമായിരുന്നു. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എല്ലാ പോഷകാഹാരങ്ങളും എനിക്ക് അകത്ത് മുഴുവൻ എത്തുന്നില്ലേ എന്നുള്ളൊരു ടെൻഷൻ കാരണം അമ്മ എനിക്ക് അധികം നേരങ്ങളും വാരി തരാറുണ്ട്. പിന്നെ പൊതുവേ അമ്മയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തു തീർക്കണം. അതുകൊണ്ട് വലിയ വലിയ ഉരുള ഉരുട്ടി നമുക്ക് ഇറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അമ്മ വാരി തരിക. ഡ്രസ്സിലും അതേപോലെ തന്നെ വായയിലും ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. ഇത്രയും ദിവസം ഉണ്ടായിട്ടും സത്യം പറഞ്ഞാൽ ഇന്നാണ് നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. നമ്മൾ പാട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം ഒരു 4 മിനിറ്റുള്ളൊരു പാട്ടാക്കി മാറ്റി. അതിന്ന് കുറച്ച് അപർണയും ഞാനും ആമിയും പിന്നെ അൽക്കിയും രോഹിത്തും നമ്മൾ തന്നെ കളിക്കുകയാണല്ലോ. വൈശാഖ് സാറും ചിലപ്പോൾ ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ചെറിയ സിമ്പിളായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സൊക്കെ പഠിക്കുകയാണ്. പിന്നെ ഇതൊരു വലിയ ഫംഗ്ഷനൊന്നും അല്ല കേട്ടോ. വളരെ കുറച്ച് ആൾക്കാർ മാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, അതായത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സിബ്ലിങ്സും വിഷ്ണുവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സിബ്ലിങ്സും, അത്ര ആൾക്കാർ മാത്രം വരുന്ന ഒരു 50 ആൾക്കാരിൽ താഴെ നിൽക്കുന്ന ചെറിയൊരു ഫംഗ്ഷനാണേ. ബെയിൽ ഷുവറായില്ലേ? ഇപ്പോൾ ഹേ ഗേൾ ഇവിടെ വരൂ, നോക്കൂ എൻ്റെ കയ്യിൽ മൈലാഞ്ചി. ബായോ. ബെയിലി ഇപ്പോൾ നല്ല ഉഷാറായി കേട്ടോ. നമ്മൾ ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാനുള്ള മെഡിസിൻ ആയിരുന്നു ഡോക്ടർ കൊടുത്തതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതിൽ പുള്ളിക്കാരി ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി പ്രീതമേമിയും അമ്മയും കൂടെ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെഹന്തി പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. വന്ന പരിപാടി നല്ല ഭംഗിക്ക് തീർത്ത് ഇവർ പോവുകയാണ്. ഇനി എറണാകുളം എത്തണം. ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം ലിങ്ക് കോൺടാക്ട് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവർ വന്ന് വർക്ക് ചെയ്ത് തിരിച്ചു പോയത്. കോട്ടയ്ക്കിൽ സൈൻ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അവിടെ ഒരു ലെബനീസ് ഡെസേർട്ട് കിട്ടും. അതാണ് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഓരോ സ്പൂൺ തീരുമ്പോഴും നമുക്ക് അടുത്ത സ്പൂൺ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് നമ്മുടെ ചോക്ലേറ്റും പിസ്താഷിയോയും വരുന്ന ഒരു സംഗതി ഉണ്ട് ഇവരുടെ. അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് ഇവിടെ അമ്മമ്മയുടെയും വെളിച്ചൻ്റെ അടുത്ത് വരാനൊരു സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഒരു 6 മണി 6:30 ആയപ്പോൾ നമ്മൾ 4 പേര് ഇവിടെ വന്ന് വെളിച്ചനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അമ്മമ്മേനോടും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ വിഷ്ണുവിന് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വലിയ ഉറപ്പൊന്നുമില്ല ഫുള്ളി സ്റ്റേജിൽ കയറുക എന്നുള്ളത്. പക്ഷേ ഇന്നാലും നമുക്ക് ശ്രമിക്കാമല്ലോ. ഡാൻസ് പഠനമൊക്കെ കഴിഞ്ഞ് വൈശാഖ് സാറും വിഷ്ണുവും കൂടെ നമ്മളൊരു ഹോട്ടലിൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോയി. പിന്നെ അൽക്കിയും അപർണയും കൂടെ എന്തൊക്കെയോ ഗാഢമായ ഡിസ്കഷൻസ് കുറേ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് പഠിക്കലും, പിന്നെ അപർണ ഡെന്റിസ്റ്റാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അൽക്കട പല്ലിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കലും ഒക്കെ ആയിരുന്നു രാത്രിത്തെ ഇവരുടെ പരിപാടി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് വളകാപ്പിൻ്റെ മെയിൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.